എല്ലാ നബിമാർക്കും ഓരോ ദുആ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. എല്ലാ നബിമാരുടെ ദുആ ഇജാബത്തുണ്ടെങ്കിലും ഈ പറയുന്ന സ്പെഷ്യൽ ദുആയുടെ ഉത്തരം കിട്ടും. അങ്ങനത്തെ ഒരു ഓഫർ എല്ലാ നബിമാർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാ നബിമാരും അവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ദുആ എന്ന ചാൻസ് ഓഫർ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്റെ ദുആ ഞാൻ വെച്ചിട്ടില്ല, ഇപ്പോഴും തന്നെ ദ്വാരന്നിട്ടില്ല. എന്റെ അത് ഞാൻ ആഖിറത്തിലേക്ക് പോസ്റ്റ് പോൺ ചെയ്തു. എന്റെ ഉമ്മത്തിനാണെന്ന് നല്ല ഉപകാരപ്പെടും, അത് എന്റെ ബർക്കത്തുകൊണ്ട് എന്റെ ഉമ്മത്തിനെ കഴിച്ചിലാക്കാൻ പറഞ്ഞാൽ എന്നാണ് തങ്ങൾ പറയുന്നത്. ഇവിടുന്ന് എന്തെല്ലാം കഷ്ടപ്പെടുന്ന തങ്ങൾ 29 തവണ വധശ്രമം നടന്നിട്ടില്ലേ തങ്ങൾക്കെതിരെ? ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന ദുഷ്ടൻ മുണ്ടിങ്ങനെ കുരുക്കിയിട്ട് തങ്ങളെ വേക്കി പോയിട്ട് കഴുത്തിന് മുണ്ടിട്ടിട്ട് മുറുക്കി കൊല്ലാൻ നോക്കിയിട്ടില്ലേ? ശരീഖർലാനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്? അത് അഖതുലൂന റജുലൻ യഖൂലു റബ്ബി അല്ലാഹ് റബ്ബെന്ന് പറഞ്ഞാണോ ഈ കൊല്ലാകൊല നടത്തുന്നത്? നിങ്ങൾ എത്രയാ ആക്രമിക്കുന്നത്? അതിൽ പല്ല് പൊട്ടിച്ചിട്ടില്ലേ, ബ്ലഡ് ഒലിച്ചിട്ടില്ലേ? ത്വായിഫിൽ നിന്ന് വിളിച്ച തെറിനേക്കാൾ വലിയ തെറി ലോകത്തുണ്ടോ? ഒരാളെ കള്ളുകൂടി എന്നും വ്യഭിചാരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്പെസിഫിക് തെറ്റിന്റെ മേലുള്ള ആക്ഷേപം മാത്രമേ ഉള്ളൂ. അതേസമയത്ത് ഒരാളെ ഭ്രാന്തെന്ന് വിളിച്ചെങ്ങനെ ഉണ്ടാവും? അയാൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യം എനിക്ക് ഭ്രാന്തെന്നല്ല ഇതിന്റെ അർത്ഥം. ലോകത്ത് അള്ളാഹു ബുദ്ധിയെ 100 പാർട്ടാക്കിയിട്ട് 99 പാർട്ടും കൊടുത്തത് റസൂലിന്റെ തലച്ചോറില. ആ ഏറ്റവും ബുദ്ധിമാനായ നേതാവാണ് കേൾക്കേണ്ടി വന്നത് ഭ്രാന്തെന്ന്. ചെറിയ പിള്ളേരെ കൊണ്ട് വിളിപ്പിച്ചില്ലേ ത്വായിഫെന്ന്? കല്ലിന് കാലിന്